അല്ല അതിപ്പോ നിയമം വന്നോണ്ടിരിക്കുക, അതുകൊണ്ട് അവര് ഇപ്പൊ കറന്റ് എല്ലാത്തിലും ചെയ്തോണ്ടിരിക്കുക. റിലീസ് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് റിലീസ്. ചേട്ടാ കസ്റ്റമർ എടുത്താ പറഞ്ഞ കസ്റ്റമർ എടുത്താ ടാർറോക്സ് ഷോറൂം. ഡ്രൈവ് കൊടുക്കുക. ഇവിടെ തിരക്കുണ്ട്, വൻ തിരക്ക്. ഞാൻ ഇപ്പൊ വിളിക്കാം അവിടെ എത്തിയിട്ട്. ശരി. ഇത് പെട്രോൾ വേരിയന്റ് ഡീസൽ? ഡീസൽ ഓട്ടോമാറ്റിക് 4-wheel ഡ്രൈവ്. അത് 4x4 ഫുൾ ഓപ്ഷൻ മോഡൽ. ഡിസ്പ്ലേ വരുമല്ലേ നമുക്ക് സൈഡിൽ? ലൈൻ വ്യൂ 4 ഡയറക്ഷനിലും ക്യാമറ വരുന്നുണ്ട്. ഓക്കെ. ഫ്രണ്ടിൽ ബമ്പർ ലൈറ്റും 2 സൈഡിൽ മിററിന്റെ താഴെയായിട്ടും ബാക്കിൽ സ്പെയർ വീൽ ലൈറ്റും ക്യാമറ. 360 ക്യാമറ ഒക്കെ ലക്ഷറി മോഡലൊക്കെ വരുന്നത്. ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് അല്ലേ? ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഔട്ട് നോയ്സ് ഇല്ല. നോയ്സ് ഒക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഇറക്കിയിട്ടില്ല. ഏത് 4x4ന്റെ അത് പറഞ്ഞിട്ടില്ല. 2 വീൽ ഡ്രൈവിന്റെ കുറെ നാളായി ഇറങ്ങിയിട്ട്, പക്ഷെ ഇതിന്റെ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. നമുക്ക് സിഗ്നലിൽ നിന്ന് ഇതിന്റെ ചിലപ്പോ ഈ വണ്ടി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്ടോബർ 3-ാം തീയതി. അതിന് മുമ്പ് ഒരു 1 വീക്ക് മുമ്പൊക്കെ ആയിട്ട് ചിലപ്പോ റിവീൽ ചെയ്യാം. പക്ഷെ 4x4ന്റെ ആവശ്യം വരും നമുക്ക്. ജീപ്പ് എടുക്കുമ്പോ 4x4 ഇല്ലെങ്കിൽ ജീപ്പ് എന്ന് പറഞ്ഞ സംഭവം കാര്യമില്ലല്ലോ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് സ്കോർപിയോ XUV എടുത്താൽ പോയില്ലേ 2-ന് ഇത് റിയൽ ഡ്രൈവ് ആണെങ്കിൽ ലുക്ക് വൈസ്. ശരിക്കും. പക്ഷേ അല്ല, അത് കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൈഡ് പോകുന്നത് റിയൽ ഡ്രൈവിനായിരിക്കും. ഏറ്റവും കൂടുതൽ അതിനെ പോലെ സെയിം ഫോർച്യൂണറിന്റെ കേസ് പോലെ തന്നെ. ഈ മോഡൽ തന്നെ ഒരു 3 ലക്ഷത്തിനടുത്ത് കൂടുതൽ കൊടുക്കേണ്ടി വരും. അറിയാം, എന്റെ ഇരിക്കുന്ന ഫോർച്യൂണർ 4x4 തന്നെ. അല്ല, അതില്ലെങ്കിൽ SUV എന്ന് പറഞ്ഞ പേരിനോടൊരു ഇതില്ലല്ലോ. എടുക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിനൊരു എന്താ പറയാ, നമ്മൾ SUV എടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എപ്പോഴും ഉപയോഗിക്കാനല്ല, പക്ഷെ നമുക്കൊരു ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റണം. നമുക്കൊരു ആവശ്യം വരുമ്പോ അതല്ല എന്റെ പർപ്പസ്. അല്ലെങ്കിൽ SUVയുടെ പിന്നെ ജീപ്പ് എന്ന് പറയുന്നത് 4x4 ഇല്ലെങ്കിൽ പിന്നെ ജീപ്പ് അല്ല, ആൾക്കാർ മുഴുവൻ ഇതിന് ലുക്കിന് വേണ്ടിയിട്ടാണ്. അത് മറ്റേ റിയൽ ഡ്രൈവ് താറിറങ്ങിയായിരുന്നല്ലോ, അതും കണ്ട മനം സെയിലായിരുന്നു. അല്ല, ആ പ്രൈസിന് അങ്ങനെ ഒരു വണ്ടി ഇടാൻ വലിയ കാര്യമാണ്. കാരണം ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. മറ്റേലേക്ക് പോകുമ്പോ എഞ്ചിനും വ്യത്യാസം വരും. ആ ഒരു 4x4 മറ്റേ ഡീസൽ 3 സിലിണ്ടർ അല്ല പറഞ്ഞത്? 1.5 അല്ലേ? 4 സിലിണ്ടർ തന്നെ വന്നിരുന്നത്. 4 സിലിണ്ടർ ആയിരുന്നത്. ഹലോ, കസ്റ്റമർ എടുത്ത് എത്തും. ഡ്രൈവിന് വന്നിരിക്കുക, എത്തും. യാത്രാസുഖമായ വ്യത്യാസമുണ്ട്. ഇപ്പൊ എത്തും അവിടെ കിട്ടാം. ക്യാമറ കുറച്ചുകൂടി ബെറ്ററാണ്. ഫ്രണ്ട് ക്യാം എടുക്കുന്നത്
ഇത് ഭയങ്കര യൂസ്ഫുൾ ശരിക്കും പറഞ്ഞാൽ. മറ്റേതിനോട് കുറച്ചും റിഫൈൻഡ് ആയിരുന്നു തോന്നുന്നുണ്ട്. സൗണ്ട് വളരെ കുറവായിട്ട് തോന്നണം. ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. ആ അതിപ്പോ കറങ്ങിലുള്ള എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. ബട്ട് ഈ സ്കോർപിയോ 700 സെയിം ട്യൂണിങ് തന്നെയാണ് വന്നിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ആ ട്യൂണിങ് അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. 4 മീൻസ് 2 എഞ്ചിനാണ്. അതിൽ 2 എഞ്ചിനിലും 2 ടൈപ്പ് ട്യൂണിങ് വെച്ചാൽ വന്നിട്ടുള്ളത്. മാനുവലിൽ ഇത് ഓട്ടോമാറ്റിക്കലി വേറെ, അങ്ങനെ അതെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇറക്കിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ലൈറ്റ്സും വൈപ്പറും ഓട്ടോമാറ്റിക് എല്ലാം അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ ഓട്ടോ ഡിമ്മിങ് ഉണ്ടായിരിക്കും. സ്റ്റിയറിംഗ് എക്സ്യൂവിയുടെ 600 സ്റ്റിയറിംഗ് സെയിം സ്റ്റിയറിംഗ് ആണ്. ഇതിന് മൈലേജ് എങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? പെട്രോൾ അല്ലെങ്കിൽ മറ്റേ 3 ഡോർ ആണെങ്കിലും വളരെ കുറവാണ്. പെട്രോളിനാ? ഡീസൽ. ആ ഓക്കെ. ഫുഡ് ഇങ്ങനെ ഉണ്ട് ഇതിൻ്റെ. ആ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസാ. റൈഡ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റത് ഒരു 80 കഴിയുമ്പോൾ വണ്ടി ഭയങ്കര പമ്പി. 3 ഡോർ. അതെ. പേര് മാത്രമേ ഉള്ളൂ. സസ്പെൻഷനും മാറ്റമുണ്ട്, ഇന്റീരിയറൊക്കെ വളരെ മാറ്റമുണ്ട്. അങ്ങനത്തെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തുന്നുള്ളൂ. ഡിസൈനും അതിന്റെ തന്നെ ഡിസൈനും പോകുന്നത്. ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഇതിന്റെ പകുതി ഫീച്ചർ അതിലില്ല. ഇല്ല ഒട്ടുമില്ല. പിന്നെ ബാക്കിലിരിക്കുന്നവർക്ക് ഇത് ആ ഒരു അതിലിരിക്കുന്ന ഒരു കംഫർട്ട് അല്ല, ബാക്കി അതിന്റെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിക്കും ഒരു 2 പേർക്കായിട്ട് ഉപയോഗിക്കാനാണ് ശരിക്കും നല്ലത്. കാലത്തടിച്ച എന്ത് നിങ്ങളിനി പോയി ഇന്നത്തേക്ക് കിട്ടില്ല അത് തിരിച്ച്. ശരി ഇതിലാണോ ഫോർച്യൂണറാണോ ശരിക്കും നല്ല സുഖം? ഇല്ല അവരോട് ചോദിച്ചാ ബാക്കിലിട്ട് ഒട്ടും വരില്ലല്ലേ? ശരിക്കൊരു കാറ് നമ്മുടെ ഒരു ആ ഒരു ഇതിലേക്കാണ്. എന്നല്ല ഇത് ഓടിക്കുമ്പോൾ വേറെ കുഴപ്പം വരും. അറിയാണ്ട് കാല് കൊടുത്തു പോകും. അങ്ങനെയാണ്. നല്ല സുഖമായിട്ട് പോകല്ലോ. അവന്റെ വണ്ടി ഇവിടെ നിങ്ങൾ എടുത്തില്ലേ? പിന്നെ അഭിലാഷിന്റെ അല്ല അതായത് ഭയങ്കര വ്യത്യാസമുണ്ട്. 3 ഡോറായിട്ട് ഭയങ്കര വ്യത്യാസം. നല്ല സ്മൂത്ത് ആൻഡ് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്മിഷൻ കിട്ടിയല്ലോ.
അതിന്റെ കൂടെ 6 സ്പീഡ് തന്നെയല്ലേ മറ്റേ പോലെ? സ്പീഡ് തന്നെ 6 സ്പീഡ്. ഹലോ, ഞാൻ ആ വണ്ടിയിലുള്ളത് ഞാനാ. വീഡിയോ എടുക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യണത്. പാർക്കിലേക്ക് ഇട്ടാണ്. പാർക്കിലേക്ക് ഇട്ടില്ലേ തന്നെ എൻഗേജ് ആയി. അപ്പോൾ തന്നെ എൻഗേജ് ആവും അല്ലേ? നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കട്ടാവില്ലല്ലോ? ഇല്ലില്ല, അത് നമ്മൾ മാനുവലി ചെയ്യണം. മാനുവലി ചെയ്യണം. ഓക്കെ. പക്ഷെ പാർക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഓക്കെ കൂൾ.